ഹലോ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുടെ 2024 ലാസ്റ്റ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഡിസംബർ 31 തീയതിക്കത്തെ ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ. ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ എന്തായാലും ഹാപ്പി ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇതാ കാലത്ത് തന്നെ ഞാൻ കുളിച്ചിട്ടില്ല. എന്താ വെച്ചാൽ നല്ല തൊണ്ടയ്ക്ക് പ്രശ്നമുണ്ട്. രാവിലെയും വൈകുന്നേരം തണവിറങ്ങുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. തൊണ്ടയ്ക്ക് ഭയങ്കര കിച്ചും വേദനയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ രാവിലെ നേരത്തെ കുളിച്ചില്ല, നേരത്തെ എണീറ്റു. എന്നിട്ട് ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടി മാവ് നോക്കിയതാട്ടോ. മാവ് നല്ല പൊന്തി വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇഡ്ഡലി കുറച്ച് സോഫ്റ്റ് കുറവായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എണീറ്റ് എൻ്റെ പിന്നാലെ തന്നെ രുദ്ര എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൻ വാശി കുറച്ചുണ്ട്. അപ്പോൾ അതൊന്ന് റെഡിയാവാൻ വേണ്ടിയിട്ട് അവനെ കുറച്ച് നേരം എടുത്ത് നടക്കുകയാണ് കേട്ടോ. കാലത്തും അതുപോലെ സന്ധ്യാസമയമാകുമ്പോൾ ഒരു 5 മണി ആ ടൈമൊക്കെ ആകുമ്പോൾ തന്നെ എനിക്ക് തൊണ്ടയ്ക്ക് ഭയങ്കര വേദനയും ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. അതിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് കേട്ടോ നമ്മളെ വീഡിയോ ഒക്കെ ഇത്രയും ലേറ്റായത്. എനിക്ക് വോയിസ് കൊടുക്കാനൊന്നും പറ്റണില്ല. എന്തോ ഒരു ബുദ്ധിമുട്ട്, അതിപ്പോൾ ഈ ഒരു തണവിൻ്റെ തോന്നുന്നു. അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ എടുത്ത് വെച്ചത് ഇതുപോലെ അങ്ങനെ പെൻഡിങ് ആയി നിന്നു. അതാണ് ഇത് ലേറ്റായിട്ട് എത്തണത് വീഡിയോ. പിന്നെ എന്താ പറയുക, അപ്പോൾ ഞാൻ ഒറ്റ കൈ കൊണ്ട് മാവ് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവന് കുറച്ച് നേരം ഒന്ന് എടുത്ത് സെറ്റായി കഴിഞ്ഞാൽ ആൾ പിന്നെ കളിച്ചോളൂ കേട്ടോ. ആദ്യം നമ്മൾ മൈൻഡ് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം മൊത്തം പോക്കാവും. അപ്പോൾ അത് ആളതിനൊക്കെ സെറ്റാക്കി നിർത്തിയിട്ടുണ്ട്. ഒരു ബിസ്ക്കറ്റൊക്കെ കയ്യിൽ കൊടുത്ത ആൾ ഉഷാറായി നടക്കുന്നുണ്ട് അവിടെ കേട്ടോ. അപ്പോൾ ഞാനിതാ ഇഡ്ഡലി തട്ടിൽ മാവ് ഒഴിച്ച് വെക്കുകയാണ്. എന്താ ഈ തണവ് കാരണം തോന്നുന്നു മാവ് നന്നായി പൊങ്ങി വന്നിട്ടില്ല. അതുപോലെ തന്നെ ഇഡ്ഡലി ഉണ്ടാക്കും, മാവൊക്കെ അടിപൊളിയാണ്. പക്ഷേ ഇഡ്ഡലി ഉണ്ടാക്കിയപ്പോൾ നല്ല ഹാർഡായിട്ട് അങ്ങനെ ഫീൽ ചെയ്തു കേട്ടോ. അപ്പോൾ ഈ ഒരു തണവിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെ തോന്നുന്നു. അല്ലെങ്കിൽ നമ്മൾ സെയിം മെഷർമെൻറ്റിൽ തന്നെയാണ് എല്ലാതും അരിയും ഉഴുന്നും ഒക്കെ എടുത്തിട്ടുള്ളത്. പക്ഷേ പൊന്തി വന്നിട്ടുണ്ടായിരുന്നില്ല ഇന്ന്. അപ്പോൾ അതിൻ്റെ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് ഇഡ്ഡലിയും ചട്നിയും ചമ്മന്തിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാനവിടെ വെള്ളം വെച്ചിട്ടുണ്ട്. അത് ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇഡ്ഡലി തട്ട് വെച്ച് കൊടുക്കാം. പിന്നെ നിങ്ങളെങ്ങനെയൊക്കെയാണ് ന്യൂ ഇയറൊക്കെ ആഘോഷിച്ചത്? അടിച്ച് പൊളിച്ചില്ല എല്ലാവരും? അപ്പം ഞങ്ങളും ചെറിയൊരു ആഘോഷമൊക്കെ ആക്കാമെന്ന് വിചാരിക്കും. ആഘോഷം പറഞ്ഞാൽ അങ്ങനെയല്ല കേട്ടോ, നമ്മളെല്ലാ ന്യൂ ഇയറിനും ബിരിയാണിയൊക്കെ വെച്ചിട്ട് നന്നായി ഫുഡൊക്കെ കഴിച്ച് അങ്ങനെയാണ് നമ്മൾ ആഘോഷം. പുറത്തേക്കൊന്നും പോകാറില്ല കേട്ടോ, വീട്ടിൽ തന്നെ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ കഴിക്കാറാണ്. പിന്നെ ഞാൻ രാവിലെയും വൈകുന്നേരം ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ തൊണ്ടയുടെ പ്രശ്നമുള്ള കാരണം തന്നെ ചൂടുവെള്ളം ഉപ്പിട്ട് പിടിക്കാറുണ്ട് കേട്ടോ. അത് പിന്നെ നമ്മൾ സ്ഥിരമായി കുടിക്കുന്ന ഉലുവ വെള്ളമാണ്. സ്ഥിരമായിട്ട് എന്ന് പറഞ്ഞാൽ ചില ദിവസങ്ങൾ മറന്നു പോകാറുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നാമത് ഞാൻ മറക്കാതെ തന്നെ ഉണ്ടാക്കി കുടിച്ചു. പിന്നെ ഇതാ ചൂടുവെള്ളം ഞാൻ ഉപ്പിട്ടിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തൊണ്ടയിൽ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ആശ്വാസമാണ്. പിന്നെ തണവാണ്ട് വിട്ട് ചൂട് തുടങ്ങിയാൽ വെയിലൊക്കെ ഒന്ന് ഉദിച്ച് വന്നു തുടങ്ങിയാൽ പിന്നെ കുഴപ്പമില്ല കേട്ടോ, വലിയ കുഴപ്പം തോന്നാറില്ല. അങ്ങനെ ഇഡ്ഡലിക്ക് നമ്മളിതാ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ സവാളയും തക്കാളിയൊക്കെ വഴറ്റി പൊടിയൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഉപ്പേരിക്ക് തഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാനൊരു സൈഡിൽ കൂടെ. നമ്മൾ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന അമരക്കായാണ്. പിന്നെ ഇവിടെ കുറച്ച് കയ്പ്പയ്ക്കും കുറച്ച് പയറും ഉണ്ടായിരുന്നു. അപ്പോൾ അതും അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഇതും കൂടി ഇട്ടിട്ട് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി. അതുപോലെ നമ്മളുടെ പരിപ്പ് കുത്തി കാച്ചിയതാണ് കേട്ടോ ഒന്ന് നമുക്ക് ഉച്ചയ്ക്ക് സിമ്പിളാക്കിയിട്ട് രാത്രി നമുക്ക് അടിപൊളിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ചൂടുവെള്ളമൊക്കെ ഉണ്ടാക്കി കുളിയൊക്കെ കഴിഞ്ഞു. അതിന് ഊണയ്ക്കലും റെസ്റ്റ് ടൈമൊക്കെ കഴിഞ്ഞ് ഒരു 3-3:30 ആകുമ്പോൾ നമ്മൾ ബിരിയാണി പണി തുടങ്ങിയിട്ടാണ്. അപ്പോൾ ഇന്ന് ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നത് വറുത്തിട്ടല്ല, അല്ലാണ്ട് സാധാരണ ദം ബിരിയാണി കേട്ടോ. പിന്നെ വറക്കണുണ്ട്, അത് നമുക്ക് സൈഡായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് നെയ്ച്ചോറ് സെറ്റായിട്ടുണ്ട്. അങ്ങനെ വൈകുന്നേരം നമ്മൾ മേലൊക്കെ കഴുകി നമ്മളുടെ കുടുംബശ്രീയിൽ നിന്ന് കേക്ക് മുറിക്കും കേട്ടോ. നമ്മളെ കുടുംബശ്രീ ഗ്രൂപ്പിലെല്ലാവരും വന്നിട്ട് ഇതുപോലെ കേക്ക് എല്ലാ ന്യൂ ഇയറിനും ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാറുണ്ട്. പിന്നെ വെള്ളമൊക്കെ കുടിച്ച് എല്ലാവരും കൂടിയിട്ട് ഒരു ഹാപ്പി ന്യൂ ഇയറൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയായിട്ട് ഞങ്ങൾ ആഘോഷിക്കാറ്. ഞങ്ങളുടെ കുടുംബശ്രീയുടെ പേര് ഗായത്രി എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുടുംബശ്രീക്കാരൊക്കെ വന്നു. നമ്മളെ കേക്ക് മുറിയും ഫോട്ടോ എടുക്കലും ഗ്രൂപ്പ് ഫോട്ടോ എടുക്കലും എല്ലാതും കഴിഞ്ഞ് അവരൊക്കെ പോയിട്ടോ. ആ ടൈമിലൊക്കെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം നമ്മൾ കേക്കൊക്കെ പീസാക്കി പിള്ളേർക്കും എല്ലാവർക്കും കൊടുക്കണ തിരക്കിലായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നു. ഞങ്ങൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ പോയതിന് ശേഷം ഞങ്ങളിത് ആ പാട്ടൊക്കെ വെച്ച് കുട്ടികൾക്ക് ഒരു എൻജോയ്മെൻറ്റ് കൊടുത്തതാണ് കേട്ടോ. നല്ല ഡാൻസ് ചെയ്യുന്നുണ്ട്. പാട്ട് നമുക്കിതിൽ പ്ലേ ചെയ്യാൻ പറ്റില്ല, അത് കാരണമാണ് വെക്കാനുണ്ട്. പുഷ്പത്തെ പാട്ടൊക്കെ ഇട്ടിട്ടായിരുന്നു, നല്ല കളിയായിരുന്നു കേട്ടോ. അപ്പോൾ കളിച്ച് ക്ഷീണമൊക്കെ ആയി തുടങ്ങി. അപ്പോൾ ഞാൻ എന്തായാലും ചോറ് വേഗം സെറ്റാക്കി, അവരവിടെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ദമ്മൊക്കെ പൊട്ടിച്ചു. നമ്മൾ ഒരു പാത്രത്തേക്ക് ഇപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് പിള്ളേർക്കൊക്കെ ആദ്യം കൊടുക്കാൻ വേണ്ടി ഞാൻ സെറ്റാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ.
അപ്പോൾ ഞാൻ വിചാരിച്ച അത്രയ്ക്ക് അടിപൊളിയായില്ല കേട്ടോ. ഞാൻ രണ്ടാമത്തെ വട്ടമാണ് ഈ ഒരു ബിരിയാണി ട്രൈ ചെയ്യുന്നത്. എനിക്ക് പൊരിച്ചിട്ട് വയ്ക്കുമ്പോഴാണ് ക്ലിക്ക് ആവണത്. ഇങ്ങനെ വയ്ക്കുമ്പോൾ എന്തോ എനിക്കങ്ങോട്ട് സെറ്റ് ആവണില്ല. എന്നാലും സെറ്റാക്കി എടുക്കണം. എനിക്ക് ഏറ്റവും ഇഷ്ടം ദമ്മ് ബിരിയാണി തന്നെയാണ്. പൊരിക്കാതെ ദമ്മിടുന്ന ബിരിയാണി തന്നെയാണ്. അതിൻ്റെ റൈസിനൊരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അപ്പോൾ നമുക്കൊന്നും കൂടി അത് ഒന്നും കൂടി പരീക്ഷിച്ച് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അത് അവിടെ നല്ല കളി തന്നെ കേട്ടോ. കളിയൊന്നും നിർത്തണില്ലേ. പാട്ട് കേട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ഹരമാണ്. പിന്നെ നമ്മളവിടെ തന്നെ വേറെ വലിയ ബോക്സൊക്കെ കൊടുത്തിട്ട് നമ്മൾ വലിയ ആൾക്കാർ നന്നായി എൻജോയ് ചെയ്യും കേട്ടോ, പാട്ടും ഡാൻസൊക്കെ ആയിട്ട്. ഞങ്ങൾ ഇപ്രാവശ്യം പോയില്ല. എല്ലാ വട്ടവും ഞങ്ങളെല്ലാവരും കൂടെ എൻജോയ് ചെയ്യാറുണ്ട്. ഇപ്രാവശ്യം ഞങ്ങൾ എങ്ങോട്ടും പോയില്ല. നമ്മൾ വീട്ടിൽ തന്നെ ഫുൾ എൻജോയ്മെൻറ്റ് കേട്ടോ. അപ്പം അതാ കുഞ്ഞിപ്പെണ്ണൊക്കെ നല്ല കളിയായിരുന്നു കേട്ടോ. അവളും പാട്ട് കേട്ട് കഴിഞ്ഞ് ഇങ്ങനെ അവൾക്ക് പറ്റുന്ന പോലെ ആടി കളിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതാ കുറച്ച് കഴിഞ്ഞപ്പോൾ ആളെ ഞാൻ മടിയിൽ വെച്ചിട്ട് കുറച്ച് ഓരോന്നും ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിരിക്കുകയൊക്കെ ചെയ്യും. അതുപോലെ ടാറ്റ തരും, അങ്ങനെ ഓരോരോ സൗണ്ടൊക്കെ ഉണ്ടാക്കുക ആൾ. പിന്നെ ആളെ നാൾ കഴിഞ്ഞു, ഡേറ്റ് ഉണ്ട്. നമ്മൾ ചെറിയൊരു ഫങ്ഷനൊക്കെ വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അത് ന്യൂ ഇയറിൽ നല്ലൊരു പരിപാടിയൊക്കെ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ. അപ്പോൾ നമ്മൾ ന്യൂ ഇയർ വിശേഷങ്ങൾ ഇത്രയുള്ളൂ. ബാക്കിയുള്ള വീഡിയോസ് ഞാൻ വഴിയെ ഇടുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ പുതിയ കൂട്ടുകാരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ.